നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. വനിത നമസ്കാരം. നമസ്കാരം സർ. ഒത്തിരി കാലം കൂടിയാണ് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത്. ഈ തിരക്കും ബഹളവും ഓട്ടമാണല്ലോ, പിന്നെ രാജ്മോഹനുള്ളപ്പോൾ പിന്നെ രാജ്മോഹനാണല്ലോ. അതുകൊണ്ടാണ്. എങ്ങനെ പോകുന്നു വനിതയുടെ എല്ലാ ഭംഗിയായിട്ട് പോകുന്നു? നന്നായിരിക്കുന്നു സർ, കുഴപ്പമൊന്നും. ഇപ്പൊ ഈ ഇതിനൊന്നും പോയില്ലേ, ഈ സ്വതന്ത്ര ചിന്തകളുടെ പരിപാടി ഒന്ന് ബ്രേക്ക് എടുത്തതാ. ഇനി 28-ാം തീയതി ഒരു പരിപാടി പബ്ലിക് ഇവന്റിന് പോയി തുടങ്ങാന്ന് പതുക്കെ വിചാരിക്കുന്നുണ്ട്. 28-നാ ഈ മാസം ഇത്തവണ ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു പറഞ്ഞത്. ഗ്രാൻഡ് ആയിരുന്നു. പിന്നെ അന്ന് തസ്ലീമൊക്കെ വന്ന് കുറച്ച് പ്രശ്നമൊക്കെ ആയി, കുറച്ച് മീഡിയ അറ്റൻഷൻ കുറച്ച് പ്രാവശ്യം അധികം കിട്ടി. എനിവേ, നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. RSSന്റെ സർസംഘ് ചാലക്, മേധാവി എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം ഇന്ന് ഒരു പ്രസ്താവന ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അദ്ദേഹം പലപ്പോഴും പറയുന്നതാണ്. ഹിന്ദു രാഷ്ട്രമാണ് ഇന്ത്യ, ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കേണ്ടതില്ല. അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കുറേ വിശദീകരണങ്ങളുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ സംസ്കാരം, ഇന്ത്യയുടെ പാരമ്പര്യം അതൊക്കെയാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളാണ്, ആ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമുണ്ട്. എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത്, ഈ ഒരു പ്രസ്താവന? അതായത് ഞാൻ രണ്ട് തരത്തിലാണ്, എൻ്റെ പ്രധാനമായും 2 പോയിന്റാണ്. ഒന്ന്, ഈ RSSന്റെ ഒരു ആധിപത്യം. അത് RSSന്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം, ഈ ജാതികളുടെ ഒരു വലിയ ജാതികളുടെ ഉപജാതികളുടെ ഒരു കൂട്ടമാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. ആ ഹിന്ദുമതത്തിലെ ഈ ഒരു പരിമിതിയെ മറികടന്നുകൊണ്ട് ഒരു റിലീജിയസ് കൺസോളിഡേഷൻ എന്ന രീതിയിലേക്ക് ഒരു വലിയ ആൾക്കൂട്ട നിർമ്മിതി ഉണ്ടാക്കാൻ RSSന് സാധിച്ചിട്ടുണ്ട്. അതൊരു റിഗ്രസീവ് ആയൊരു രീതിയിലാണെങ്കിൽ പോലും ജാതി നിർമ്മാർജ്ജനം അതിൻ്റെ ഏതൊക്കെയോ തരത്തിൽ നടക്കുന്നത് ഒരു പ്ലസ് എന്ന രീതിയിൽ കാണാമെങ്കിൽ പോലും ഇവർ എപ്പോഴും പറയുന്നത് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഐഡന്റിറ്റി, ഒരു നിർമ്മിതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒന്ന്, ഞാൻ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് തന്നെ എന്നെ ഹിന്ദു എന്ന് വിളിക്കണമോ വേണ്ടയോ എന്നുള്ളത് എന്റെ മാത്രം താല്പര്യമല്ല. ജന്മം കൊണ്ട് ഹിന്ദു അല്ലേ? അല്ല. ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ്സിൽ പോലും ജാതിയും മതവും ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അല്ലല്ല, അച്ഛനും അമ്മയൊക്കെ 2 മതത്തിൽപ്പെട്ട ആളുകളാണ്. അതാണ് എനിക്ക് മനസ്സിലായി സാർ. യുക്തിവാദി ആയിരുന്നത് കൊണ്ട് രജിസ്റ്റർ ചെയ്യാതിരുന്നല്ലേ? അച്ഛനും അമ്മയും അങ്ങനെ മതം ഉപേക്ഷിച്ച് വിവാഹം കഴിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് മതമേ ഇല്ല. മതത്തിലോ ജാതിയിലോ സോഫ്റ്റ്വെയർ എന്നത്തെ സാധനം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ വിളിക്കുന്നത്, അപ്പം എന്നെ വിളിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സാധനം മറ്റൊരാൾ അത് പറയുന്നത്, അതെന്നെ അടിച്ചേൽപ്പിക്കുന്നതിന് സമാനമായി ഞാൻ കാണുന്നുണ്ട്. മാത്രമല്ല, ഈ ഭാരതീയർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ എന്ന രീതിയിൽ നമ്മൾക്കറിയാം, നമ്മൾ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി പറയുന്ന ആൾക്കാരാണ്. ഈ വൈവിധ്യം ഇങ്ങനെ നിലനിർത്തുകയും ആ വൈവിധ്യത്തിലൊരു എല്ലാവരും ഒരു ഏകമാകുക എന്നുള്ളൊരു ആശയമാണ് വേണ്ടത്. അതിനൊക്കെ അപ്പുറമായി ഹിന്ദു ആണ് എല്ലാവരും എന്ന് പറയുമ്പോൾ അവരത് നിസ്സാരമായി പറയുന്നൊന്നുമല്ല, അതൊരു പൊളിറ്റിക്സിന്റെ ഭാഗം തന്നെയാണ്. ഹിന്ദുമതം എന്ന് പറയുന്നത് എന്താണെന്നും അതിനെ വേരിറങ്ങി ചെല്ലുന്നത് വേദങ്ങളിലേക്കാണെന്നും ആ വേദങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരുപാട് സാമൂഹിക മലിനീകരണങ്ങൾ അവിടെ ഉണ്ടെന്നും ഇതിനെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടുള്ളൊരു കാര്യമുണ്ടെന്ന് അതൊരു വശം, അതിന്റെ എന്താ പറയുക, അടിസ്ഥാനപരമായിട്ടുള്ള അതിന്റെ മറ്റു വശങ്ങൾ. ഇനി ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചാൽ, അതിന്റെ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാലോ, അവിടെ ഇവർ എല്ലാവരും ഹിന്ദുക്കളാണെന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് അയോധ്യയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ അതിന് മറ്റു തരത്തിൽ ഇപ്പോൾ ഒരു ആന്റി ഹിന്ദു ക്യാമ്പയിനുകൾ വരുന്ന, അല്ലെങ്കിൽ ഹിന്ദുവിനെ മാത്രം അവർ എന്താ പറയുക, അവർ പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടിലാണ്, ഹിന്ദുക്കൾ ഇല്ലാതെയാവുന്നു. അവരൊരു പ്രത്യേകിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സമയത്ത് ആന്റി ഇസ്ലാമിക് ആയിട്ടുള്ള പ്രൊപ്പഗൻഡകൾ പടച്ചുവിടുന്നത് എന്തിനാണ്? അപ്പൊ ഇതൊക്കെ തന്നെയും ഒരു മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ ഒരു ലോകാസമസ്ത സുഖിനോ ഭവന്തു, അപ്പൊ കേൾക്കുമ്പോൾ നമുക്കത് ഭയങ്കര സംഭവമായിട്ട് തോന്നും. പറയുമ്പോൾ എല്ലാവരും നന്നായിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ പശുവും ബ്രാഹ്മണനും സൗഖ്യമാണെങ്കിൽ നിങ്ങളും സുഖമാണെന്ന് വിചാരിച്ചോളൂ എന്നാണ് ആ ശ്ലോകത്തിന്റെ ആദ്യ ഭാഗമുള്ളത്. അപ്പം ഇവരൊരു വ്യാജ നിർമ്മിതി നടത്തുകയാണെന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ ഒബ്സർവേഷൻ ഈ വിഷയത്തിൽ. അപ്പൊ അതുകൊണ്ട് മോഹൻ ഭഗവതിന്റെ പ്രസ്താവന കാപട്യമാണ്. തീർച്ചയായിട്ടും കാപട്യമാണ്. കാര്യം അവരുടെ ഉള്ളിൽ അവരേതെങ്കിലും മറ്റുള്ള മതങ്ങളെ അംഗീകരിക്കും, അല്ലെങ്കിൽ ഇവരുടെ മത ആചാരങ്ങൾ ഇല്ലാതെയാകും, അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള ഐഡന്റിറ്റി മാത്രമായി ഇവർ നിൽക്കാൻ സമ്മതിക്കുമോ? ഇപ്പൊ അയോധ്യയിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പാർലമെന്റ് ഉദ്ഘാടനത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഇവരെന്തുകൊണ്ട്, ഇപ്പൊ നമുക്കറിയാം ബീഹാർ തെരഞ്ഞെടുപ്പ് ഛാട്ട് പൂജ, ഇവർ ആയുധമാക്കുന്ന എന്താണ്? മതമാണ്. അപ്പൊ അവർ ആയുധമാക്കുന്ന ഒരു സാധനത്തെ അവർ അടുത്തൊരു റിലീജിയസ് കൺസോൾട്ടേഷൻ ഉണ്ടായാലും അവർ ചെയ്തു വരുമ്പോൾ ആകത്തുകയിൽ സംഭവിക്കുന്നത് ഇതൊരു ഫാബ്രിക് ആണെന്നാണ് എൻ്റെ ഭാഗം. എനിക്ക് വ്യത്യസ്തമായ സമീപനമുണ്ട്. ഞാൻ അതിനെ കാണുന്നത്, മതം എന്ന് പറയുന്ന മനുഷ്യയെ സംബന്ധിച്ചിടത്തോളം മതമില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് മതം. തീർച്ചയായിട്ടും മതത്തെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ടും പറ്റത്തില്ല. കാരണം ഒരു ഡോക്ടറാണ് മതത്തിന്റെ പേരിൽ പൊട്ടിത്തെറിച്ചത്. പല ഡോക്ടർമാരാണ്, അതാണ് മതം. അപ്പൊ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, അതാണ് മതം. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്ത് നമുക്ക് മതത്തെ നിഷേധിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പോലും മതത്തെ കൂടെ ചേർത്തുകൊണ്ടാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൽ. സാർ, അപ്പം മതേതരത്വത്തിന്റെ, അതായത് സെക്യുലറിസം, റിലീജിയസ് ആയിരിക്കണം സ്റ്റേറ്റ് എന്നുള്ളതിന്റെ ഒരു പ്രാധാന്യം വരേണ്ടത്. അല്ല, അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ മതവിശ്വാസികളായിരിക്കുമ്പോൾ
നമ്മൾ മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് മതത്തെ തിരസ്കരിക്കുന്നത് അത് ഒരു തരത്തിലും പ്രശ്നം പരിഹരിക്കും. ഇപ്പൊ സോവിയറ്റ് യൂണിയൻ സംഭവിച്ചത് എന്താണ്? സോവിയറ്റ് യൂണിയൻ എല്ലാത്തിനും നിരസിച്ചു, എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു വ്യാജ ഐഡിയ കൊണ്ടുവന്നു. ഈ ഐഡിയയിൽ ഞാൻ പറഞ്ഞത് നമുക്കൊരു ഒരു വൈവിധ്യം ഉണ്ടാവണം. ആ വൈവിധ്യത്തിൽ അതാ പറഞ്ഞു, ആ വൈവിധ്യത്തിൽ ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് ഒരു മനുഷ്യന് ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് വളരെ മിനിമം ആവശ്യങ്ങളാണ്. അവന് മഴയും വെയിലും നനയാതെ കിടക്കാൻ ഒരു ചെറിയ വീട്, അത് വാടകയ്ക്ക് എടുത്താലും മതി. ഇപ്പൊ ടൗണിലെ ഗ്രാമങ്ങളിലാണ് 500 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് ഇപ്പോഴും വീട് കിട്ടും, ചെറിയ വീട് കിട്ടും. പിന്നെ ഭക്ഷണം, അത് യൂസഫ് അലിക്കാണെങ്കിലും ഷാജൻസ്കറിയായിക്കാണെങ്കിലും വയറ് നിറയുന്ന കഴിക്കാൻ പറ്റത്തുള്ളൂ, എത്ര രൂപ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്നതാണ് വസ്ത്രം, ഇത്ര മതി. പക്ഷെ അപ്പം മനുഷ്യനെ അധ്വാനിക്കുന്നതും പണം ഉണ്ടാക്കുന്നതും അവൻ കഷ്ടപ്പെടുന്നതുമൊക്കെ അവൻ്റെ പേഴ്സണൽ ലിബർട്ടിക്ക് വേണ്ടി, അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യുക, അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുക. ഇതാണല്ലോ ഈ നിങ്ങൾ പറയുന്ന സ്വതന്ത്ര എന്നുള്ളത്. അപ്പോൾ ഈ സ്വതന്ത്ര ചിന്ത വരുമ്പോൾ, അല്ലെങ്കിൽ പേഴ്സണൽ ലിബർട്ടി വരുമ്പോൾ നമുക്ക് ഒരു യൂണിഫോം സാധനം അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. അവൻ്റെ മനസ്സിൽ അവൻ്റെ ഇഷ്ടം എന്താണോ, അവൻ്റെ താല്പര്യം. അപ്പം എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഞാൻ മറ്റേ തോന്നിവാസം നടക്കാന്നൊരു അത് നമ്മുടെ സമൂഹത്തിൽ നിയമങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ എറണാകുളത്ത് ഒരു പള്ളിയുണ്ടല്ലോ, ചൂല് കൊണ്ടടിക്കുന്ന ഒരു പള്ളിയുണ്ട്, ഒരു മാതാവിന്റെ പള്ളി. അപ്പൊ ആ മാതാവിന്റെ പള്ളിയിൽ പോയി ഈ ചൂലും കൊണ്ട് അടിക്കുമ്പോൾ പുണ്യം കിട്ടുമെന്ന് കരുതുന്നവർ, അല്ലെങ്കിൽ ഈ ആറ്റുകാലിൽ പോയി പൊങ്കാല ഇടുമ്പോൾ സന്തോഷം കിട്ടുന്നു, അല്ലെങ്കിൽ ശബരിമലയിൽ ഇത്രയധികം കഷ്ടപ്പെട്ട് ഒരു സെക്കൻഡാണ്. ഈ ശബരിമലയിൽ ദർശനത്തിന് പോയാൽ അറിയാൻ പറ്റും, ഈ അത്രയധികം കഷ്ടപ്പെട്ട് ക്യൂ നിൽക്കുന്നത് ഒരു സെക്കൻഡേ കാണാൻ പറ്റൂ, തള്ളിവിടുവാണ്. ഇത് കിട്ടുമ്പോൾ നിർവൃതി കിട്ടുന്നവർക്ക് കിട്ടിക്കോട്ടെ എന്നുള്ളതാണ് അഭിപ്രായം. അപ്പം അങ്ങനെയുള്ള ജനങ്ങളാണ് ഭൂരിപക്ഷവും. അപ്പോൾ ആ ഭൂരിപക്ഷമുള്ള ജനതയുടെ മേൽ നമ്മൾ ഈ പറയുന്ന മതേതരത്വത്തിന്റെ ഒരു ചാപ്പ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. ഹൗവർ എല്ലാവർക്കും തുല്യമായ അവനവന്റെ മതസ്വാതന്ത്ര്യവും അവനവന്റെ ചിന്താ സ്വാതന്ത്ര്യവും ഉണ്ടെന്നൊരു സാധ്യത ഉണ്ടാക്കി കൊടുക്കണം. അവിടെ വരുമ്പോൾ ഒരു പ്രശ്നം, ഇതൊരു ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ രാജ്യമാണ്. മറ്റുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് പറയുമ്പോഴും ഇതിന്റെ ഒരു സാംസ്കാരിക അടിത്തറയുണ്ട്. ഇപ്പം ഋഷി സുനക് ഹിന്ദുവായ ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി. ആ സമയത്താണ് അവിടെ എന്താണ് ഒരു ഔദ്യോഗിക ചടങ്ങുണ്ടാവുന്നത്. എനിക്കൊന്ന് രാജാവിന്റെ ചുമതലകൾ അന്ന് അദ്ദേഹം വായിച്ചത് ബൈബിൾ വായിച്ചത് പ്രധാനമന്ത്രി, അതാണ് ചടങ്ങ്. അതായത് പ്രഖ്യാപിത ഹിന്ദുവാണ് ഋഷി സുനക്. അതിലൊരു പ്രശ്നം. പക്ഷെ അവരുടെ ഭരണഘടനാപരമായ ആവശ്യത്തിൽ പ്രധാനമന്ത്രി ആയിരിക്കണം ബൈബിൾ വായിക്കേണ്ടത്. അപ്പം ബൈബിൾ വായിച്ചു. എന്തിനേറെ നോർത്ത് ഈസ്റ്റിൽ കുമ്മനം രാജശേഖരൻ ഗവർണറായിരിക്കുമ്പോൾ മിസോറാമിൽ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ബൈബിൾ വായന ഉണ്ടായിരുന്നു. ഒരു പാസ്റ്റർ വന്ന് ഇന്ത്യയിലെ കാര്യം പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രിസ്തു മതവും അറബ് രാജ്യങ്ങളിൽ ഇസ്ലാം മതവും അവരുടെ ഒരു ഡോമിനൻസ് നിലനിർത്തുമ്പോൾ ഹിന്ദുക്കളുടെ ഏകരാജ്യം, നമ്മൾ നേപ്പാളൊക്കെ വിടെ, ഹിന്ദുക്കളുടെ ഏകരാജ്യം, ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഏകരാജ്യം, ഹൈന്ദവ പൈതൃകത്തിലുള്ള ഏകരാജ്യം ഇന്ത്യയാണ്. അപ്പം മറ്റുള്ളവന്റെ മൗലികാവകാശത്തെ ലംഘിക്കാതെ അവരുടെ ഒരു കൾച്ചറൽ ഡോമിനൻസ് വരുന്നതിന് എന്തിനാണ് ഭയക്കുന്നതിന്റെ ചോദ്യം. അതിൽ ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. നമ്മൾ ബ്രിട്ടനിലെ ജനാധിപത്യമാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും വലിയ എന്താ പറഞ്ഞ ലിബറൽ സൊസൈറ്റി. അവർക്കൊക്കെ ഇപ്പം ട്രംപ് ബൈബിൾ കൈ പിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അപ്പൊ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ക്രൈസ്തവ മതവും അറബ് രാജ്യങ്ങൾക്ക് ഇസ്ലാം മതവും ഉണ്ടെങ്കിൽ ലോകത്തെ മൂന്നാമത്തെ വലിയ മതമായ ഹിന്ദു മതത്തിന്റെ ഈറ്റില്ലമായ, അത് ലോകത്തെ ആദ്യത്തെ മതമായ ഹിന്ദു മതത്തിന്റെ ഈറ്റില്ലമായ ഭാരതം, അവർ ആ ഹൈന്ദവ സംസ്കാരവും ഹൈന്ദവ സംസ്കൃതിയും ഹൈന്ദവ ഇതിഹാസങ്ങളും ഒക്കെ അവരുടെ പൊളിറ്റിക്കൽ കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്റെ ചോദ്യം. അതൊരു ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ ഭരിക്കുന്നില്ല എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കൾച്ചറൽ ഒരു റേഞ്ച് നോക്കുമ്പോൾ അവർ ഒരു 60%, മറ്റുള്ള ന്യൂനപക്ഷങ്ങളെല്ലാം ചേരുമ്പോൾ ഒരു 40% ഇവർക്ക് സ്വാഭാവികമായും സമൂഹത്തിലൊരു വിസിബിലിറ്റി കൂടുതലായിരിക്കും. അവർക്ക് വിസിബിലിറ്റി കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർ ചെറുതാകപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് ആ കൾച്ചറൽ ഡോമിനൻസ് എന്നൊരു പദം ശരിയാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ കൾച്ചറൽ ഡോമിനൻസ് എന്ന് പറയുന്നത് വേറൊരുത്തിന്റെ മൗലികാവകാശത്തെ നിഷേധിക്കാനാണെങ്കിൽ, ഇപ്പൊ തീർച്ചയായിട്ടും മലപ്പുറത്ത് UDF ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞാൻ കണ്ടു, കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. ഇത് ചെയ്യുമ്പോൾ അല്ലാഹു അക്ബർ അതിന് ആരെങ്കിലും തടസ്സം പറഞ്ഞിട്ടുണ്ടോ? ഈ മലപ്പുറത്ത് ഞാൻ അതിനെ എതിർക്കുന്ന ആളാണ്. അല്ല, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് അതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രത്യേകത. എതിർക്കുന്നവരുണ്ടാവും, പക്ഷെ ഞാൻ അതിനെ എതിർക്കുന്ന ആളല്ല. ഞാൻ പറഞ്ഞത് കൾച്ചറൽ ഡോമിനൻസ് ഒരു യാഥാർത്ഥ്യം. ഈ കൾച്ചറൽ ഡോമിനൻസ് വരുമ്പോൾ വേറൊരുത്തന്റെ അവകാശങ്ങൾ തടസ്സപ്പെടരുത്. നിങ്ങളെല്ലാവരും ഗീത വായിച്ചിട്ട് എന്താണ് പറഞ്ഞത് സത്യപ്രതിജ്ഞ ചെയ്യാവൂ എന്ന് വെക്കാൻ പാടില്ല. അത്തരം കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ഹൈന്ദവ പൈതൃകം
ഈ ഹൈന്ദവ പൈതൃകം അത് ഏറ്റുപിടിക്കാനുള്ള അവകാശം ഹിന്ദു വിശ്വാസികൾ ഹിന്ദു അല്ല ലീഡേഴ്സിനും അവർ ചെയ്യുന്നുണ്ടല്ലോ. അവർക്ക് അവരുടേതായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്, ആരാധനാ രീതികളുണ്ട്, അവർക്ക് അതിനുള്ള ഹിന്ദു കോഡുകളുണ്ട്, വൈവാഹിക രീതികളുണ്ട്, കുട്ടികളെ വളർത്താൻ രീതികളുണ്ട്, മതപഠശാലകളുണ്ട്. ഇതിനൊന്നും ആരും എതിർക്കുന്നില്ല. വീണ്ടും ഒരു അന്യവൽക്കരണം, ഞങ്ങൾ അന്യവൽക്കരിക്കപ്പെടുന്ന എന്നൊരു ബോധം പിന്നെ ഈ മെജോറിറ്റി ആവുന്ന ഹിന്ദുക്കൾക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അന്യവൽക്കരണം ഇല്ല. അതായത് ഞാൻ പറയണത് ഇതിൽ അവർ പറഞ്ഞൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം ഇവർക്ക് ഇത് സ്റ്റാമ്പ് ചെയ്തെടുക്കണം എന്താണ് ഇത്ര നിർബന്ധം എന്നാണ് അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഹിന്ദു അതിന് രാഷ്ട്രീയമില്ലേ ഇപ്പൊ? അല്ല, ഹിന്ദു മതത്തിന്റെ ഒരു പ്രത്യേകത ഭയങ്കര ടോളറൻസ് മതമാണ്. ഇപ്പം വേദത്തെയൊക്കെ നിങ്ങൾ ചീത്ത വിളിക്കുമ്പോഴും അത് പിന്നെ അത് കഥയൊന്നുമില്ല. കാരണം എല്ലാ മതഗ്രന്ഥങ്ങളിലും നമ്മൾ മനുഷ്യാവകാശത്തിന് ചേരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാ മതഗ്രന്ഥങ്ങളും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കുറഞ്ഞത് 2000 വർഷം 1500 വർഷം പഴക്കമുള്ള സാധനമാണ്. അപ്പോഴത്തെ സാമൂഹ്യം ഇപ്പം 5 കല്യാണം കഴിക്കാം, 5 or 4 കല്യാണം കഴിക്കാം മുസ്ലിമിന്. അത് എന്തുകൊണ്ടാണ്? അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പെണ്ണിന് ഒരു വിലയും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആർക്ക് വേണേലും ആരെയും കല്യാണം കഴിക്കാം, ആരെ വേണേലും ഉപേക്ഷിക്കാം. അതുപോലെ തന്നെ യുദ്ധം നടക്കുന്നു. യുദ്ധം നടക്കുമ്പോൾ സ്ത്രീകൾ വിധവകളാവുന്നു. വിധവളാവുമ്പം സ്ത്രീകളെ അത് മാത്രമല്ല അവരുടെ താല്പര്യങ്ങൾ അങ്ങനെയാണ്. സ്ത്രീ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അന്ന് അങ്ങനെ പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് വന്നാണ്. അന്ന് നബി ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരുന്നത് വാസ്തവത്തിൽ സ്ത്രീകളെ സംരക്ഷിക്കാനായിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അത് പക്ഷെ പിന്നീട് സ്ത്രീയെ ചൂഷണം ചെയ്യാനുള്ള രീതിയായി മാറി. അപ്പം ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ് എല്ലാ മതങ്ങളിലും. അപ്പം ഈ ഹിന്ദു മതത്തിന്റെ വേദത്തിന്റെ കാര്യം പറഞ്ഞപ്പം ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ ഒരു ലോകസമസ്ത പറഞ്ഞല്ലോ അതിന് മുമ്പത്തെ. പക്ഷെ അത് കൃത്യമായി മനസ്സിലാക്കാത്തതുകൊണ്ട് ആ മുമ്പത്തേത് വരിക എന്ന് പറഞ്ഞാൽ അതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് അത് ഞാൻ ആ കൃത്യം ഞാൻ ഓർക്കുന്നില്ല. ഈ അതിപ്പോൾ ഒരു കറക്റ്റ് ഒരു വാക്കിന്റെ വ്യാഖ്യാനം കൊണ്ട് പറഞ്ഞാൽ ബ്രാഹ്മണനും പശുവിനൊന്നും സ്തുതി ഉണ്ടായിരിക്കട്ടെ നല്ല പറയുന്നത്. അത് അങ്ങനെ വ്യാഖ്യാനം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അത് രാജാവിനെ കാര്യം പറഞ്ഞിട്ട് രാജാവിന് അന്നത്തെ ബ്രാഹ്മണൻ ആരാണ്? ബ്രാഹ്മണൻ എന്ന് പറയുന്നതും പശു എന്ന് പറഞ്ഞ കൃഷിയുടെ ഉദാഹരണമാണ്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അത് പൗരോഹിത്യത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഉദാഹരണമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് രാജാവിനെ സ്തുതിക്കുന്നതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന അതങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം നൽകുന്നത് ഒരു ഹിന്ദു സംസ്കാരത്തിന്റെ ഒരു രൂപരേഖയാണ്. അപ്പൊ ഈ സംസ്കാരം ഇവിടെ സംരക്ഷിക്കാൻ ഇപ്പം അപ്പൊ ഈ ഹിന്ദു സംസ്കാരത്തിലുള്ളത് ഒന്നാണല്ലോ ഈ ജാതി ഉപജാതികളെ അല്ലെ ചാതുർവർണ്ണ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. ഇപ്പൊ വിരാട പുരുഷനെ ധരിക്കുമ്പോ ബ്രാഹ്മണൻ മുഖത്തിൽ നിന്നും മറ്റുള്ളവരൊക്കെ. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പല ഘട്ടങ്ങളിലും ഇതെപ്പോഴും സംസാരിക്കുമ്പോഴും ഞാൻ ജാതിയോട് സംസാരിക്കാത്തതാണ്. കാര്യം ജാതി മിണ്ടാതിരുന്നാൽ അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് പോകുന്നതനുസരിച്ച് ജാതി മാറണമെങ്കിൽ ജാതിയെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്രയും അതുകൊണ്ടാണ് ഞാൻ വേടനയൊക്കെ പൂർണ്ണമായും എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാതി ഇല്ലാതെ ആവണം എന്നുള്ളത് വ്യക്തിപരമായ എൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഐഡന്റിറ്റിയിൽ ജാതി ചേർക്കാത്തതും. എൻ്റെ അടുത്ത തലമുറയ്ക്ക് ജാതിയേ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഹിന്ദുവിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് സാർ ഇപ്പോൾ ഹിന്ദു സംസ്കൃതിയെക്കുറിച്ചും അതിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ അപ്പോൾ ഈ ജാതി ഉപജാതി അല്ലെങ്കിൽ അവർക്കുള്ള പ്രശ്നങ്ങൾ അപ്പോൾ മനുസ്മൃതി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെയും കൂടി അപ്പോൾ എടുക്കേണ്ടതില്ല. അതായത് ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതും ഇനിയിപ്പോ ഇവര് പരിണമിച്ച് ലോപിച്ച് പോയി അപ്പോൾ പുതിയൊരു ലോകമായി വന്നു എന്നാണ് സാറിന്റെ. ജാതിയെ കുറിച്ച് ഇവർ RSS എടുക്കുക. ഇപ്പൊ ഹിന്ദു ഐക്യത്തിന് ഒരുമിച്ച് നിൽക്കുന്ന RSS ആണ്. RSS എടുക്കുക. RSS ജാതിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നത് ആരാണ്? RSS ആണ് ഇന്ത്യ ഭരിക്കുന്നത്. പക്ഷെ പ്രധാനമന്ത്രി പിന്നോക്ക വിഭാഗക്കാരാണ്, പ്രസിഡന്റ് ദളിതനാണ്. അപ്പൊ അവർ ജാതിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ RSSന്റെ ഒരു റോളെന്ന് തന്നെ മുമ്പേ മനേജർ സൂചിപ്പിച്ചു. RSSന്റെ ഒരു റോളെന്ന് തന്നെ ജാതിയുടെ മേൽ വേർതിരിഞ്ഞ് നിൽക്കുന്ന ഹിന്ദുത്വ സ്വത്വത്തെ ഒരുമിപ്പിക്കുക എന്നുള്ള വലിയൊരു റോൾ RSS എടുക്കുന്നുണ്ട്. പക്ഷെ പഴയ കഥ ഇപ്പം മനുസ്മൃതി ആയിക്കോട്ടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 150 ഞാൻ ഈ മഹാത്മാ യൂണിവേഴ്സിറ്റിയിലെ അയാളുടെ പേര് പറഞ്ഞു മഹാത്മാ യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകൻ്റെ ഒരു പുസ്തകം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു. ക്രിസ്ത്യൻ നാമധാരിയാണ്, പേര് ഞാൻ മറന്നുപോയി. ഞാൻ ഞെട്ടിപ്പോയി. 150 വർഷം മുമ്പ് ചങ്ങനാശ്ശേരിയിൽ, നിങ്ങൾ ആ ഭാഗത്തല്ലേ, അവിടെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ വിൽക്കുന്ന മാർക്കറ്റ് ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി മാർക്കറ്റ് പായിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ വന്നിട്ട് വാങ്ങിക്കൊണ്ടു പോകുന്ന മുസ്ലിം പ്രമാണിമാരും നസ്രാണി പ്രമാണിമാരുമായിരുന്നു അത് കൂടുതൽ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ 150 വർഷം മുമ്പ് കേരളത്തിൽ മനുഷ്യരെ വിൽക്കുന്ന മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതും പോട്ടെ, ഏറ്റവും അധികം സദാചാരം പ്രസംഗിക്കുന്ന ഈ സായിപ്പന്മാർ അവർ 150 കൊല്ലം മുമ്പ് അടിമക്കച്ചവടം നടത്തിയിരുന്നവരാണ്. അപ്പം വെറും 150 വർഷം മുമ്പ് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനെ വിറ്റിരുന്നു. ഇന്ന് ഞാനൊരു വാർത്ത വായിച്ചു. ഏതൊരു ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യത്ത് ആഭ്യന്തര സെർബിയയിൽ ഈ ആഭ്യന്തര കലാപം മൂത്ത സമയത്ത്
ഇതിൽ ഡോമിനേറ്റ് ചെയ്തിരുന്ന ആൾക്കാര് ടൂറിസ്റ്റുകൾക്ക് മനുഷ്യനെ വെടിവെച്ച് കൊല്ലാനായിട്ട് കാശ് മേടിച്ച് അവസരം കൊടുത്തിരുന്നത്. എന്ന് വെച്ചാൽ മൃഗങ്ങളെ വേട്ടയാടുന്നത് പോലെ അവർ പിടിച്ചുകൂടുന്നവരെ നിങ്ങൾ വെടിവെച്ച് കൊന്നോളൂ. അടിമത്ത സമ്പ്രദായം ഒക്കെ ഏതെപ്പോഴെന്നറിയോ? 90കളിലെ കഥയാണ് പറയുന്നത്. ഈ 1990കളിൽ സോവിയറ്റ് യൂണിയന്റെ തുടർച്ചയായിട്ടുണ്ടായ ആഭ്യന്തര സംഘർഷം സെർബിയയിൽ ഈ ഹ്യൂമൻ ഹണ്ടിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വ്യത്യാസം ഈ ലോകത്തുണ്ടായിരുന്ന 150 വർഷം. അതിനു മുമ്പുണ്ടായിരുന്ന ഒരുപാട് നമ്മൾ ആലോചിച്ച് നോക്കൂ, അതിനൊക്കെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ യുദ്ധം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്തരം ഒരു കൾച്ചറിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് ഈ പറയുന്ന എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും. അപ്പൊ നമ്മളെ കൾച്ചറിൽ രൂപപ്പെട്ടു അല്ലെങ്കിൽ രൂപീകരിക്കപ്പെടുന്ന ജാതി ഉപജാതി വർഗീകരണങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഒരു ആധുനിക മനുഷ്യനാകുമ്പോൾ വീണ്ടും ഹിന്ദു എന്നൊരു കൺസോൾട്ടേഷനിൽ നമ്മൾ പറയണം RSS എന്താണ് നിർബന്ധം? RSS ആരാണിത് പറയാൻ എന്നുള്ളതാണ്. RSSന്റെ അവിടെയാണ്, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ RSSനെ അംഗീകരിക്കുന്ന ആളാണ്. RSSനെ കുറിച്ച് ഇവിടെ കേൾക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ വിശ്വസിക്കാത്ത ആളാണ് ഞാനൊരു RSS കാരനല്ല. RSSന്റെ ആശയത്തോട് എനിക്ക് യോജിപ്പില്ല, ഈവൻ BJPയുടെ ആശയത്തോട് യോജിപ്പില്ല. പക്ഷേ RSS എന്ന് പറയുന്ന സംഘടനയാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കിടയിലെ ഭിന്നത പരിഹരിച്ചതെന്നും അവരെ ഒരു ഏക സ്വത്വബോധത്തിലേക്ക് കൊണ്ടുവന്ന് വിശ്വസിക്കുന്ന ആളാണ്. ക്രൈസ്തവനും മുസ്ലിമിനും അവന്റെ സ്വത്വബോധം നിലനിർത്താനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അവർ ഒരുമിച്ച് നിൽക്കുന്നു. അവർക്ക് പല വിഭാഗങ്ങളുണ്ടെങ്കിലും ഇപ്പം മുസ്ലിം പിന്നെയും സുന്നികളെ ഉള്ളൂ കേരളത്തിൽ, ഇന്ത്യയിൽ കൂടുതൽ. ഷിയകൾ കുറവാണ്, ക്രിസ്ത്യാനികൾ പല വിഭാഗങ്ങളുണ്ട്. അവർക്ക് അവരുടെ ഒരു സ്വത്ത് ഉള്ളപ്പോൾ ഹിന്ദുവിനും അങ്ങനെ സ്വത്ത് ഉണ്ടാകുന്നതിൽ എന്താണ് തെറ്റിയിരിക്കുന്നത്? ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ. ഞാൻ ചോദിക്കുന്നത് നമ്മളെല്ലാവരെയും ഈ ഹിന്ദു ഐഡന്റിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് ഇവർക്ക് എന്താണ് നിർബന്ധം എന്നാണ്. അല്ല, ഞാൻ ചോദിക്കേണ്ടത് ലോകത്തെ ഇന്ത്യയുടെ പാരമ്പര്യമാണ് ഹിന്ദു വിശ്വാസം, ആ ഹിന്ദു പാരമ്പര്യം, ഹിന്ദു മതം. എനിക്കതിൽ എതിർപ്പുണ്ട്. പഴയ കഥകൾ, ചരിത്രങ്ങൾ അങ്ങനെ പോകുന്നതിനോട് ഞാൻ. അപ്പൊ മറ്റ് 2 സെമറ്റിക് മതങ്ങള് അവരുടേതായ രീതിയിൽ ആഴത്തിൽ വേരൂന്നിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഇതിൻ്റെതായ പ്രിക്കോഷൻസ് എടുത്തില്ലെങ്കിൽ മതം ഇല്ലാതാവും. ഇതിന്റെ ശ്രീശങ്കരൻ കൃത്യമായി ഇടപെടൽ നടത്തിയില്ലായിരുന്നെങ്കിൽ പണ്ട് ഹിന്ദുമതം ഇല്ലാതെ ബുദ്ധമതമായി പോയനെ. അപ്പൊ അത്തരം ഇടപെടൽ മതവിശ്വാസമുള്ളവർ ഇടപെടൽ നമുക്ക് തെറ്റുപറ്റാൻ പറ്റത്തില്ല. കാരണം ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇന്ന് പോലും ഭരണഘടന ഒരു മാറ്റം വരുത്തുക. നിങ്ങൾ ഒരു ദളിതനാണ്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരു വ്യക്തി, അവർ മതം മാറിയാലും അവരുടെ ആനുകൂല്യങ്ങൾ നിലനിൽക്കും എന്നൊരു ഭരണഘടനാ പരിഷ്കാരം കൊണ്ടുവന്നാൽ ഇന്ത്യയിലെ 20% ജനങ്ങൾ ക്രിസ്ത്യാനികളായിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ എത്ര 3-5% കണ്ട് ക്രിസ്ത്യാനികളുള്ളൂ. യഥാർത്ഥത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ക്രിസ്ത്യാനികൾ പലരും രേഖയിൽ ഹിന്ദുവാണ്. ഇതൊരു വലിയ യാഥാർത്ഥ്യം. ഇത് RSS നന്നായിട്ടറിയാം. പലരും ഈ മുസ്ലിം വിരോധം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ RSS ഫൈറ്റ് ചെയ്യുന്നതും ഇനി ചെയ്യാൻ പോകുന്നതും ക്രിസ്ത്യാനിക്കെതിരെയായിരിക്കും. കാരണം വെച്ചാൽ കേരളത്തിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ പല ജനപ്രതിനിധികളും MP-മാരും MLA-മാരും അടക്കം പലരും അവര് SC/ST സംവരണ വാർഡിൽ നിന്ന് ജയിച്ചു വന്നിരിക്കുന്ന അടിസ്ഥാനപരമായി ക്രിസ്ത്യാനികളാണ്. എനിക്ക് ഉറപ്പാണ്. അവർ പള്ളിയിൽ പോകുന്നവരാണ്. ഈ ഛത്തീസ്ഗഡിലോ ജാർഖണ്ഡിലോ ഒക്കെയുള്ള ആദിവാസികളിൽ നല്ലൊരു ഭാഗവും ഈ ദളിതരിൽ നല്ലൊരു ഭാഗവും ക്രിസ്ത്യാനികളാണ്. പക്ഷെ നിയമപരമായ ഒരു തടസ്സമുള്ളതുകൊണ്ട് മാത്രമാണ് അവർ ഹിന്ദുവായി തുടരുന്നത്. അപ്പൊ അത്തരമൊരു അപകടം ഇവിടെ നിൽക്കുമ്പോൾ ആ മതത്തെ സംരക്ഷിക്കാൻ ആ മതത്തുമായി ബന്ധപ്പെട്ടവർ ഒരുമിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനിക്ക് ഒരു പോപ്പുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മേളിലൊരു പോപ്പുണ്ട്. പോപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് ഉണ്ട്. ഞങ്ങൾ കത്തോലിക്കരാണെങ്കിലും 3 വിഭാഗമുണ്ട്. 3 വിഭാഗത്തിനും തലവന്മാരുണ്ട്. CSA-കാരനൊരു മോഡറേറ്റർ ഉണ്ട്. മാർത്തോമാ സഭയ്ക്ക് ഒരു വലിയ മെത്രാപ്പൊലീത്ത ഉണ്ട്. സ്ട്രക്ചറാണ്. യാക്കോബക്കാർക്ക് ഒരു പാത്രിയാർക്കീസ് ബാവയുണ്ട്. താഴെ ഒരു കാതോലിക്ക ബാവയുണ്ട്. ഓർത്തഡോക്സ്, ഈവൻ പെന്തക്കോസ്തുകാർക്ക് മാത്രമേ അത് ഇല്ലാത്തുള്ളൂ, അങ്ങനെ സിസ്റ്റം ഇല്ലാത്ത. അപ്പൊ അങ്ങനെ അവരുടെ സ്ട്രക്ചറിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മതം ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങൾ വളരാനേ നോക്കും. ആകപ്പാടെ ജനസംഖ്യ കുറഞ്ഞു പോകുന്നത് കൊണ്ടും ആളുകൾ വിദേശത്തേക്ക് പോകുന്ന ക്ഷീണമേ ഉള്ളൂ. പക്ഷെ ഹിന്ദു മതത്തിന് അങ്ങനെ സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ട് ജാതിയാണ്. അവിടെയാണ് RSSന്റെ റോള്. RSS എന്താണ് ചെയ്തത്? RSS ജാതിക്ക് അപ്പുറത്തേക്ക്. പക്ഷേ സാർ, എപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ RSS എപ്പോഴും എല്ലാവരെയും ഹിന്ദുക്കളാകാൻ ശ്രമിക്കുമ്പോൾ പാർലമെന്റിന്റെ ഉദ്ഘാടനം സാർ കണ്ടതാണ്. അതിൽ ഒരുപാട് കാഷായ വസ്ത്രധാരികളായ സന്യാസിമാരായിട്ടുള്ള ആളുകൾ ഇന്ത്യൻ പറഞ്ഞത് എല്ലാവരും ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറിലീജിയസ്, ഞാൻ മതം എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സ്വകാര്യതയായിരിക്കണമെന്നും അയാൾക്ക് ഇപ്പോൾ സാറിന് വിശ്വസിക്കാനുള്ള അവകാശം അത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നതാണെന്ന് വ്യക്തമായ ബോധ്യമുണ്ട്. എല്ലാവരെയും നാസ്തികരാക്കുക എന്നുള്ളൊരു ഐഡിയോളജിയും പ്രൊപ്പഗൻഡയും എനിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മറ്റൊരു മതമാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ അത് മതേതരമാവേണ്ട ഇടങ്ങളിലേക്ക്
നമ്മൾ മതത്തെ കൊണ്ടുവരുന്നതിന് പ്രശ്നമില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ അതിന് 100% തള്ളിക്കളയുന്നില്ല. ഞാൻ പറഞ്ഞ കുറച്ചുകൂടി ഇപ്പം സെന്റ് റീത്ത സ്കൂളിലെ ഇഷ്യൂ തന്നെ. അപ്പൊ അതൊരു പൊതുവിടം, മതേതരമാവേണ്ടുന്ന വിദ്യാഭ്യാസ ഇടങ്ങളിൽ ഇപ്പൊ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന് എന്തിനാണ് ഇവർ എതിർക്കുന്നത്? അവിടെ മതം കൊണ്ട്, അതായത് പൊതുവായ ഇടങ്ങളിൽ, പൊതു ഇടങ്ങൾ മതേതരമായിരിക്കണ്ടേ? അപ്പൊ നമ്മളെ വീണ്ടും പിടിച്ചുകൊണ്ടുപോയി നമ്മളെല്ലാം എന്റെ രാജ്യസ്നേഹം, ഞാൻ രാജ്യസ്നേഹിയാണ്. എന്റെ രാജ്യത്തിന് ഇപ്പൊ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തിന് ഒപ്പം നിന്നൊരു വ്യക്തിയാണ് ഞാൻ. ആ സമയത്ത് ഒരു തരി പോലും ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടെന്ന് പോലും പറയാതിരുന്ന വ്യക്തിയാണ്. ഇപ്പം നമുക്കറിയാം, കുറച്ചു മുന്നെയാണ് ചെങ്കോട്ടയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായ ഒരു സംഭവം. ആ സമയത്ത് ഞാൻ എന്റെ രാജ്യത്തിനൊപ്പം നിൽക്കുന്നത്. അപ്പൊ എന്റെ രാജ്യസ്നേഹത്തിന്റെ മീറ്റർ അളക്കുന്നത് ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. അല്ല, ഞാൻ അതിനെ ഭാഗികമായി ശരിവയ്ക്കുന്നു. വാസ്തവത്തിൽ ഐഡിയോളജിക്കൽ എന്ന് പറയുന്നത് മതബിംബങ്ങൾ മാറ്റിവെക്കുന്നതാണ്. പക്ഷെ മതം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറി. അതായത് മതത്തെ ഫോക്കസ് ചെയ്ത് മാത്രമേ വോട്ട് കിട്ടൂ. ഇപ്പൊ അവർ ഈ അയോധ്യയിൽ ക്ഷേത്രമുണ്ടാക്കിയപ്പോൾ, അല്ലെങ്കിൽ എന്താണ് ഈ എന്തായിരുന്നു പാർലമെന്റ് മന്ദിരത്തിൽ ഇത് ചെയ്തപ്പോൾ, ഇവർ വിചാരിക്കുന്ന ഹിന്ദു ഏകീകരണവും ഹിന്ദു വോട്ട് ധ്രുവീകരണവും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ വോട്ട് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അത് വോട്ട് രാഷ്ട്രീയമാണ്. ഞാൻ അതിനെ ഒരു ഈ പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ കാണണം. അതായത് അത് യഥാർത്ഥ വിശ്വാസം അല്ലത്, നേരെ പറ്റത് വോട്ട് രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞു, വോട്ടിന് വേണ്ടി തന്ത്രം മെനയുന്നത് മിടുക്കരായ രാഷ്ട്രീയക്കാരുടെ രീതിയാണ്. നമ്മൾ പാശ്ചാത്യ ലോകത്തോളം വളർന്നിട്ടില്ല. അതിന്റെ പ്രശ്നം ഇന്ത്യൻ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷവും ഇവർ പട്ടിണിക്കാരാണ്. അവർക്ക് സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിയുന്നവരല്ല, അവർക്ക് സ്വന്തമായ യുക്തിയുള്ളവരല്ല. അവരെ നമുക്ക് ക്യാമ്പയിനിലൂടെ സ്വാധീനിക്കാൻ കഴിയുന്നവരാണ്. അസുഖം പാശ്ചാത്യ രാജ്യങ്ങൾ അങ്ങനല്ല. പാശ്ചാത്യ രാജ്യത്തായിരുന്നു, ഇപ്പം അമേരിക്കയിലായിരുന്നു അല്ലെങ്കിൽ ബ്രിട്ടനിലായിരുന്നു ഈ പണി ചെയ്തിരുന്നെങ്കിൽ തിരിച്ചു കുത്തിയാനെ. നിങ്ങൾ എന്തിനാണ്, അവര് ബൈബിളിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഈ ബൈബിൾ വെച്ച് ചെന്ന് അവർക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇന്ത്യൻ ജനതയിൽ അങ്ങനെ ഒരു പരിവർത്തനം പതിയെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വോട്ടിന്റെ രാഷ്ട്രീയമാണ്. വോട്ടിന്റെ രാഷ്ട്രീയം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും കൃത്യമായി, ഞാൻ ചോദിക്കട്ടെ, മോദി, പക്ഷെ നമ്മൾ മാധ്യമ പ്രവർത്തനം, നമ്മൾ തിരുത്തൽ ശക്തിയായി തന്നെ നിൽക്കേണ്ടതല്ലേ? നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതൊരു, അല്ല ഇതിന്റെ പ്രോബ്ലം അതിനെ ഒന്ന് സാമാന്യവൽക്കരിക്കുന്നു. അല്ല, ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് ഐഡിയോളജിയാണ് ഈ പറയുന്നത്. പക്ഷെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ, നമ്മളിപ്പോൾ വിജയൻ്റെ കാര്യം എടുക്കുക. പിണറായി വിജയൻ എന്തെല്ലാം കുഴപ്പക്കാരനാണെങ്കിലും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ തന്ത്രങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പ് ആരും പറ്റിയിട്ടില്ല. നമ്മളത് അംഗീകരിച്ചോ? അയാൾ അഴിമതി, നമുക്ക് അദ്ദേഹത്തിന് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന സ്ഥാനത്തിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. പക്ഷേ അത് അദ്ദേഹത്തിന് ശരിയല്ല നമ്മൾ പറഞ്ഞ അദ്ദേഹത്തിന് പ്രശ്നമേ അല്ല. സക്സസ് ഫോർമുലയാണ്. സക്സസ് ഫോർമുലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത് വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ പറയുന്ന ബ്രിട്ടീഷ് പാർലമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ബൈബിൾ വായിക്കുന്നുണ്ട്, ട്രംപ് കയ്യിലിട്ട് പഠിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും UAE-യിലോ ഖുറാൻ വായിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അവർക്ക് ചോദിക്കാം, അപ്പൊ നിങ്ങൾ ചോദിക്കും ഇന്ത്യ മതേതരമാണ്, അവിടെയും ഈ പറയുന്ന മതപരമാണ്. അപ്പൊ എന്റെ വ്യക്തിപരമായ താല്പര്യം, എന്റെ ഇഷ്ടം എന്നുള്ളിടത്ത് എന്നെ ഒരാൾ ഇങ്ങനെ വിളിക്കേണ്ടതില്ല എന്നുള്ള എന്റെ സ്വാതന്ത്ര്യത്തെയും മാനിക്കപ്പെടും. ഒരാളെങ്കിൽ സിംഗിൾ യൂണിറ്റ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു വ്യക്തിക്ക്, അതായത് എല്ലാവരും ബൈബിൾ വായിക്കണം, എല്ലാവരും ഭഗവത്ഗീത വായിക്കണം എന്ന് പറയുന്നതിനോട് അവരങ്ങനെ പറയുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞ അവരവരുടെ രാഷ്ട്രീയം കാണിക്കുന്നു, അവരവരുടെ. മോഹൻ ഭാഗവത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഭാരതത്തെ സ്നേഹിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണ് എന്നുള്ളതാണ്. ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു, പക്ഷെ ഞാൻ ഹിന്ദുവല്ല എന്നുള്ളതാണ് എന്റെ. അല്ല, മോഹൻ ഭാഗവത് പറഞ്ഞ വാക്കിനെ നമ്മൾ എടുക്കേണ്ടത് അതിനകത്തൊരു പൊളിറ്റിക്കൽ ഒരു വലിയൊരു പ്രസ്താവന. ഞാൻ അതിനെ വലിയൊരു പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഈ കടുത്ത മോദി വിരുദ്ധതയും സംഘവിരുദ്ധതയും ഉള്ള ആളുകളിവിടെ നമുക്കറിയാം. ഞാൻ പറഞ്ഞപ്പോൾ മനുജയ്ക്ക് ഒരു ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ RSSO BJPയോ അധികാരത്തിൽ വന്നാൽ ഇവിടെ വലിയ കലാപം നടക്കുമെന്നും ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമെന്നും അവരെല്ലാം ഇല്ലാതാക്കുമെന്നും പുറത്താക്കുമെന്നും പറഞ്ഞൊരു വലിയ ക്യാമ്പയിൻ ഇവിടെ ഉണ്ടായിരുന്നു. 2014 വരെ. അവർ വലിയ ഉദാഹരണമായി എടുത്ത് കാണിച്ചത് ഗുജറാത്ത് കലാപം, അങ്ങനെ കൊണ്ട് വംശഹത്യ, നശിക്കാൻ പോകുന്നതായിരുന്നു. അപ്പം ഒരു വല്ലാത്ത ഭയം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചാണ് ക്യാമ്പയിൻ നടത്തിയത്. പക്ഷെ വന്നു. കാരണം ഇത് വാസ്തവത്തിൽ മുമ്പ് പറഞ്ഞ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിരുന്നു. ഈ പ്രചരണത്തിന് ശക്തി കൂട്ടാൻ BJP നിന്ന് കൊടുത്തു. കാരണം ഹിന്ദു ധ്രുവീകരണം ഉണ്ടാകണമെങ്കിൽ ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടാവണം. ന്യൂനപക്ഷ ധ്രുവീകരണം അവിടം വരെ പോകൂ എന്ന് അവർക്കറിയാം. അപ്പൊ അവർ നിന്നു കൊടുത്തിട്ടാണ് ആ ധ്രുവീകരണം രൂപപ്പെട്ടതും അധികാരത്തിലെത്തിയത്. പക്ഷെ ഇവർ 11 കൊല്ലം ഇവിടെ ഭരിച്ചിട്ട് ഇവർ പറഞ്ഞ ഒന്നും സംഭവിച്ചില്ല. നമുക്ക് ഈ 11 കൊല്ലം മുമ്പ് BJP വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ എങ്ങനെയാണോ ഉണ്ടായത് അതിനേക്കാൾ മെച്ചപ്പെട്ടതല്ലാതെ
ഞാൻ പറഞ്ഞ ആൾക്കൂട്ടാടി മെച്ചപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷെ അതേ സാമൂഹിക സാഹചര്യങ്ങളാണോ കുറച്ചുകൂടി തീവ്രമായെന്ന് തോന്നുന്നില്ലേ? അത് ഇതുമായി ബന്ധമില്ല, അത് സോഷ്യൽ മീഡിയയുടെ വരവാണ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞത് പണ്ട് എനിക്ക് മനുജയെക്കുറിച്ച് വിരോധം തീർക്കാനുള്ള എൻ്റെ മുമ്പിൽ ഏക വഴി മറ്റേ നോട്ടീസ് എഴുതിയിട്ട് പേര് വെക്കാതെ കൊണ്ട് ഒട്ടിക്കുക എന്നുള്ളായിരുന്നു, അല്ലെങ്കിൽ കക്കൂസി കൊണ്ട് എഴുതി വെക്കുന്നുള്ളായിരുന്നു, നമ്പർ എഴുതി വെക്കുന്നുള്ളായിരുന്നു. പക്ഷെ അത് മാറി ഇന്ന് മനുഷ്യന് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വന്നതോടുകൂടി എന്തും ആരെക്കുറിച്ചും എവിടെയും പറയാം. ആ ഒരു പശ്ചാത്തലം സ്വാഭാവികമായി നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിച്ചിട്ടുണ്ട്, വർഗീയതയും എല്ലാം വന്നിട്ടുണ്ട്. കാരണം ഓരോ മറ്റേന്ന് പറഞ്ഞാൽ ധൈര്യമുള്ള കുറച്ച് പേർക്ക് അവർക്ക് ധൈര്യമുള്ളവർ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇപ്പൊ അന്ന് മൊബൈൽ ഫോണില്ല, പോലീസിനെ അടിച്ചമർത്താമായിരുന്നു, ആരെ പിടിച്ച് ഇടിക്കാമായിരുന്നു, അന്ന് CCTV ക്യാമറ ഇല്ല. അതെല്ലാം മാറിയതിൻ്റെ ഒരു മാറ്റമായിട്ട് ബേസിക്കലി മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന വർഗീയതകളൊക്കെ ഇപ്പൊ പുറത്തു വന്നത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല ഞാൻ പറയുന്ന ഈ ആക്രമണം, കൊലപാതകം, കേസ്, വർഗീയ കലാപം ഇങ്ങനത്തെ കണക്കെടുത്ത് നോക്കിയാൽ മോദി പണ്ടതിനേക്കാൾ ഒരുപാട് ഭേദപ്പെട്ടിപ്പോൾ. ഞാൻ പറഞ്ഞ ഗുജറാത്തിന്റെ അവസ്ഥ തന്നെ ഓർക്കും. ഗുജറാത്തിൽ നിരന്തരം വർഗീയ കലാപമുള്ള നാടായിരുന്നു. കേരളത്തിൽ വർഗീയ കലാപം മനുജയ്ക്കൊക്കെ എത്ര ഓർപ്പെടുന്നത് എനിക്കറിയത്തില്ല. എന്റെയൊക്കെ പ്രായത്തിലൂടെ കടന്നു പോകുമ്പോൾ കേരളത്തിൽ ഈ തിരുവനന്തപുരം ജില്ലയിലെ പൂന്തുറ നിരന്തരം വർഗീയ കലാപമാണ്, അല്ലെങ്കിൽ മാറാട്. കേരളത്തിൽ പലയിടങ്ങളിലും വർഗീയ ഇല്ലല്ലോ. ഇപ്പൊ കേരളത്തിന്റെ വർഗീയ കലാപം ഇല്ലാത്ത. അപ്പൊ ആ ഒരു മാറ്റം രാജ്യത്ത് വന്നിട്ടുണ്ട്. ഈ മാറ്റം വരുന്നതിന് ഞാൻ പറഞ്ഞ അപ്പൊ ഈ പ്രതീക്ഷിച്ചവർ, അതായത് സംഘപരിവാർ വന്നാൽ ഇവിടുത്തെ ജനാധിപത്യം തകരും എന്ന് പ്രതീക്ഷിച്ചവർ നിരാശരായി. അപ്പൊ അവരുടെ എക്കാലത്തെയും പ്രതീക്ഷ എന്ന് പറയുന്നത്, പക്ഷെ മോദി ഭരണത്തെ കുറിച്ച് എനിക്ക് പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, അത് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇപ്പൊ ഇനി അവരുടെ മുമ്പിൽ അതിനുശേഷം ഈ കലാപം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് 100 വർഷം RSS പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതായിരുന്നു. അതോടുകൂടി ജനാധിപത്യം തീർന്നു, ഭരണഘടന തീർന്നു, മതേതരത്വം സോഷ്യലിസം എടുത്ത് കളയും. കാരണം അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ പലതും ഉണ്ടായിരുന്നു, മതേതരസം. അപ്പം അങ്ങനെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോഴാണ് ഇയാൾ പറയുന്നു ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്, ഇനി ഒരു പ്രഖ്യാപനമില്ല എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ആഘാതം ഏൽക്കേണ്ടി വരുന്നത് ആരെന്നറിയും? മോദി വിരുദ്ധ സംഘവിരുദ്ധ പ്രചാരകർക്കാണ്. അവരെ സംബന്ധിച്ചുള്ള അവരുടെ മുമ്പിൽ ഒരു വടി, അവരുടെ മുമ്പിലുണ്ടായിരുന്ന അവരുടെ കയ്യിലിരുന്നൊരു വടി മോഹൻ ഭാഗവത് ഒടിച്ചു കളഞ്ഞു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എല്ലാവരും ഹിന്ദുക്കളാണ്. അതിനർത്ഥം നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചാൽ ഹിന്ദുവാണ്. മതമില്ലാത്തൊരു ഹിന്ദുവാണ്. ഇപ്പം മനുജ മതമില്ല, ഹിന്ദു ഐഡന്റിറ്റി മനുജയ്ക്കില്ല. പക്ഷെ മനുജ ഇന്ത്യൻ പൗരത്വമുള്ള ആളാണ്, ഇന്ത്യക്കാരിയാണ്. അയാൾ പറഞ്ഞു നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ച ഒരാളാണെങ്കിൽ, രാജ്യത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദുവാണ്. ഹിന്ദു എന്ന് പറയുന്നത്, ഹിന്ദു എന്ന് വാക്കുപോലെ എങ്ങനെ ഉണ്ടായതാണ്? അറബികളും കണ്ടിട്ട് കൊടുത്താണ്. അപ്പം അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട്. അല്ലാതെ ഹിന്ദു എന്നത് മതം തന്നെ ഇല്ല യഥാർത്ഥത്തിൽ. ഞാൻ പറയുക ക്രിസ്തു മതം യേശുവിന്റെ ശിഷ്യന്മാരുണ്ടാക്കി, ഇസ്ലാം മതം പ്രവാചകനുണ്ടാക്കി, ഹിന്ദു മതം അങ്ങനെ ആരും ഉണ്ടാക്കിയതല്ല. ഭാരതീയ സംസ്കാരത്തെ മറ്റുള്ളവർ വിളിച്ചതും ഈ ആചാരങ്ങളെല്ലാം കൊണ്ട് ചട്ടക്കൂടില്ല. ആകെപ്പാടെ ഹിന്ദു മതം എന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്ന RSS ആണ്. അപ്പൊ അതുകൊണ്ട് ഹിന്ദു ആണ് എന്ന് പറഞ്ഞെങ്കിൽ ഹിന്ദുസ്ഥാനിയാണെന്നുള്ളൂ. സാർ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം കൊണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ ഇവരിപ്പോ സാർ പറഞ്ഞ 60 അല്ലെ 70-30% നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ഇവർക്കൊരു ഇപ്പൊ ഒരു ശക്തി എന്ന രീതിയിലേക്ക് വരുന്നു, അതൊരു കൺസോളിഡേഷനിലേക്ക് വരുന്നു. സ്വാഭാവികമായും എന്ത് തരത്തിലൊരു മാറ്റമായിരിക്കും ഇനി ഉണ്ടാവാന്ന് വിചാരിക്കും? ഇല്ല, ഞാൻ മനസ്സിലാക്കുന്നതും അംഗീകരിക്കുന്നതും ഈ RSSനെ ഞാൻ സൂക്ഷ്മമായി പഠിച്ച ആളാണ്. നമ്മൾ പലരും ഇത് പറയത്തിരുന്നു. RSSനെ കുറിച്ച് പഠിച്ചിട്ടുള്ള നല്ല ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാർ പോലും മനസ്സുകൊണ്ട് അവരുടെ ഇഷ്ടമുള്ളവരാണ്. ഞാൻ ഒന്നാം തരം CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അല്ല, കേന്ദ്ര കമ്മിറ്റി അംഗത്തോ പോളിറ്റ് ബ്യൂറോ അംഗമല്ല, കേന്ദ്ര കമ്മിറ്റി അവർക്കൊക്കെ ഉള്ളിൽ ഈ RSSനോട് ഇഷ്ടമാണ്. കാരണം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ RSSും BJP ഒന്നേ അല്ല. അത് RSS BJP പിന്തുണയ്ക്കുന്നതല്ലാതെ ഇപ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, RSS രൂപീകരിക്കപ്പെട്ട സമയത്ത് അടിയന്തരാവസ്ഥ കാലത്തിന് തുടർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം, അവർ ഒരു രാഷ്ട്രീയ പാർട്ടി ബദലായിട്ട് ഉണ്ടാക്കാൻ ഏറ്റവും സാധിക്കുന്നത് RSSനായിരുന്നു. പക്ഷേ RSS തയ്യാറായില്ല. പിന്നെ കുറച്ച് പേര് പോയി ജനസംഘം ഉണ്ടാക്കിയപ്പം RSS ഒരു ചെറിയ പിന്തുണ കൊടുത്തു എന്നല്ലാതെ RSS അതിലേക്ക് ഇടപെട്ടില്ല. പക്ഷെ പിന്നീട് ബാൻ ലിഫ്റ്റ് ചെയ്ത സമയത്താണല്ലോ പൂർണ്ണമായ ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് RSS ഇപ്പോഴും ഒരു പൂർണ്ണമായും BJPയിലൂടെ രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്ന പ്രസ്ഥാനമേ അല്ല. RSS 100 കൊല്ലം കൊണ്ട് ഇവിടെ കൃത്യമായി ഈ ഹിന്ദുത്വ പൈതൃകം നിലനിർത്തുക എന്ന ലക്ഷ്യത്തിൽ കൊണ്ടുവന്ന പ്രസ്ഥാനമാണ്. അത് ചിലപ്പം കോൺഗ്രസ്സുകാർ പോലും RSSകാർ കാണും. ഇപ്പൊ പാടായതുകൊണ്ടാണ്. പണ്ടെന്ന് പറഞ്ഞാൽ പരസ്യമായി തന്നെ കോൺഗ്രസ്സുകാർ RSSലുണ്ടായിരുന്നു. പക്ഷെ ഇന്നത് അത്ര സാധ്യമല്ലാത്തത് കൊണ്ട് BJP ശക്തമായതുകൊണ്ട് അങ്ങനെ വരുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ RSSന്റെ ദൗത്യവും BJPയുടെ ദൗത്യവും, ജനാധിപത്യത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ സമ്മതിക്കും. ഇവർ ഇപ്പൊ അവർ കഴിഞ്ഞ 11 കൊല്ലം കൊണ്ട് ഇന്ത്യൻ ജനതയെ ഹിന്ദുത്വവൽക്കരിച്ചു. ആ ഹിന്ദുത്വവൽക്കരണം എന്ന് പറയുന്നത് ഇവർ പ്രധാനമായും ഇപ്പം
ഈ ഹിന്ദു ഈ RSS അതിനെ സാർ ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. രണ്ടുമുണ്ട്. ഉദാഹരണത്തിന് പോസിറ്റീവ് സൈഡ് ഞാൻ പറയാം. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന തരത്തിലായിരുന്നു BJP RSSനെയും ഇതുവരെ ഇവിടെ ചിത്രീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ 11 കൊല്ലം കൊണ്ട് ഇവർ അതിനെ മാറ്റിമറിച്ച് എല്ലാ ഹിന്ദുക്കളുടെയും ഒരു 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 രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് BJPക്കും RSSനും ഒരു കൂടുതൽ ഒരുമയുണ്ടായിട്ടുണ്ട്. ഹിന്ദുക്കൾക്കിടയിൽ ഈ ജാതി ഭിന്നത മാറി. പക്ഷെ അടിസ്ഥാനപരമായി മനുഷ്യരുടെ ഉള്ളിൽ കിടക്കുന്നതാണ് ജാതി. നമുക്കിതിനെ അറിയാം. നായമാർക്ക് ഈഴവരെ കണ്ടുകൂടാ, ഈഴവർക്ക് ദളിതരെ കണ്ടുകൂടാ. അത് പതിയെ പതിയെ മാറും. അത് മാറണം എന്നുണ്ടെങ്കിൽ അത് മാറത്തില്ല. ഞാൻ പറഞ്ഞ വിദേശത്ത് ഞാനിപ്പോൾ യൂറോപ്പിൽ പോകുന്ന ആളാണ്. യൂറോപ്പിൽ വെള്ളക്കാരൻ നമ്മളെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും. പക്ഷെ അവൻ്റെ ഉള്ളിൽ നമ്മളോട് ഒരു വംശീയമായ ഒരു അകൽച്ചയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് കുറേ വിഷയം വന്ന് പൊട്ടിത്തെറിച്ച് ഇത് ലോകത്തിൻ്റെ ഒരു ഗതിയാണ്. ഇത് മാറാൻ പറ്റത്തില്ല. അത് പരസ്യമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഒഴിവാകും. ഇപ്പം SC/ST അട്രോസിറ്റി ആക്ട് വന്നു. ചിലർ ദുരുപയോഗിക്കുന്നുണ്ടെങ്കിലും ആ ആക്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാമൂഹ്യ മാറ്റം നിസ്സാരമല്ല. ഞാനതിൻ്റെ ഇരയാണ്. പക്ഷെ എങ്കിൽ പോലും ഞാൻ ആ നിയമത്തെ അനുകൂലിക്കുന്ന ആളാണ്. കാരണം വെച്ചാൽ ഈ ആക്ട് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് നിവൃത്തിയില്ലാതെ ആളുകൾ സമീപനം പറിച്ചത്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവർ ഈ സംവരണത്തിനെതിരെ ശബ്ദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എത്ര ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ നമുക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്? ഈ ഉയർന്ന ചുമ്മാ ചിന്തിച്ചു നോക്കിയാൽ മതി. എല്ലാ മനുഷ്യരും ചിന്തിച്ചു നോക്കുക. ദളിത് വിഭാഗത്തിൽപ്പെട്ട എത്ര പേര് നമ്മൾ വളരെ കുറവാണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ട എത്ര പേര് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്? ഇതൊക്കെ ഇതിൽ നിന്ന് ഈ നിയമം ഉണ്ടായിട്ട് കൂടിയെന്ന് ഓർക്കണം. അപ്പൊ അത്തരത്തിലുള്ള മാറ്റം സമസ്ത മേഖലകളിൽ സംഭവിക്കുന്ന അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ 11 കൊല്ലം കൊണ്ട് ഇവർ വളരെ തന്ത്രപരമായി ഇന്ത്യയിലെ ഹിന്ദുക്കളെ പരമാവധി ഹിന്ദുത്വവൽക്കരിച്ചു. പക്ഷെ അപ്പോഴും ഒരു കാര്യമുണ്ട്. അപ്പോഴും ഈ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ ഇപ്പൊ മോദി RSSകാരനാണ്, RSSന്റെ പ്രവർത്തകനാണ്. അത് BJPക്ക് RSSനെ മറ്റൊരു തരത്തിലാണ് അതിനെ സ്വാധീനിക്കുന്നതെങ്കിലും പക്ഷെ ഇലക്ഷൻ ആവുന്ന സമയത്ത് അവർ വോട്ട് ബാങ്കിനെ രൂപീകരിക്കുന്നത് മുസ്ലിം വിരുദ്ധത വളരെ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് കൂടിയല്ലേ. അപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ എന്നുള്ളതാണ്. അതായത് ഈ മോദിയുടെ 11 കൊല്ലത്തെ ഇന്ത്യൻ ചരിത്രത്തിൽ പരിശോധിച്ചാൽ മോദി മുസ്ലിം വിരുദ്ധത പറഞ്ഞ ഒരേ ഒരു തവണയാണ് 2024 തെരഞ്ഞെടുപ്പ് സമയത്ത്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. 14 പറഞ്ഞിട്ടില്ല, 19 പറഞ്ഞിട്ടില്ല, 24 ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടില്ല, രണ്ടാം ഘട്ടത്തിലാണ് പറഞ്ഞത്. കാരണം ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് കൃത്യമായി ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്നു, ഭൂരിപക്ഷം കിട്ടില്ല. ആ ഭൂരിപക്ഷം കിട്ടാതെ വന്ന അവസാനത്തെ ആയുധം എന്ന നിലയിലാണ് മോദി ഈ മുസ്ലിം വിരുദ്ധ രംഗത്തിറങ്ങി. അത് ഞാൻ ഈ പറഞ്ഞ നമ്മൾ അതിനകത്ത് മറ്റൊരു ഭാഗം കൂടെ നോക്കണം. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ നേരിട്ട് പറയാൻ കഴിയാത്തതും വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കുന്നത്? കഴിഞ്ഞ കുറേ മാസങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വലിയ മുസ്ലിം വിരുദ്ധതയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളാപ്പള്ളി മഹാനായ നേതാവാണ്. മുസ്ലിം വിരുദ്ധമായ പ്രസംഗം നടത്തിയിട്ട് വരുന്നു. പിറ്റേ ദിവസം കണിച്ചോളങ്ങരെ വെച്ച് വെള്ളാപ്പള്ളിക്ക് സ്വീകരണം കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു വെള്ളാപ്പള്ളി മഹാനായ നേതാവാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളാപ്പള്ളി ഇവിടുത്തെ ഭീകരം മുസ്ലിം ലീഗിനെ നിരോധിക്കണം എന്ന് പറയുന്നു. പിറ്റേ ദിവസം പമ്പയിൽ സ്വന്തം വണ്ടിക്ക് കയറിപ്പോയി. എന്തുകൊണ്ടാണ്? ഇതാണ് ഞാൻ പറയുന്നത്, വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ആ പൂർണ്ണമായും മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെട്ടപ്പോൾ പിണറായി വിജയന്റെ ആശ്രയം ഇനി ഹിന്ദു വോട്ടുകളാണ്. ആ ഹിന്ദു വോട്ടുകൾ സ്വാംശീകരിക്കാൻ പച്ചയ്ക്ക് പറയാൻ പിണറായിക്ക് പറ്റുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുകൊണ്ട് പച്ചയ്ക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് പറയാൻ പറ്റുന്ന ഒരാളെ കൂടെ നിർത്തും. ഇത് തന്നെയാണ് മോദിയും അവിടെ ചെയ്തത്. മോദിക്ക് പക്ഷെ പച്ചയ്ക്ക് പറയാൻ മടി കാണിക്കേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയ നന്ദനമായി കരുതി അതിനപ്പുറത്തേക്ക് ഒരു കൃത്യമായൊരു മുസ്ലിം വിരുദ്ധ അജണ്ട. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു മതവിരുദ്ധ അജണ്ട ഉണ്ടാവണമെങ്കിൽ RSSന് ഉണ്ടാവേണ്ടത് ക്രിസ്ത്യൻ വിരുദ്ധ അജണ്ടയാണ്, മുസ്ലിം വിരുദ്ധ അജണ്ടയല്ല. കാരണം ഹിന്ദുക്കളിൽ നിന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്കുള്ള മതം മാറ്റത്തെക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് മതം മാറ്റം സംഭവിക്കുന്നത്. അല്ലാതെ അങ്ങനെ സംഭവം ഉണ്ടാവുന്നില്ല എന്നുള്ള വാസം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ജനാധിപത്യപരമായി ചിന്തിച്ചാൽ അപകടമാണ്. പക്ഷെ അതിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? BJPക്കും RSSനും സെറ്റപ്പ് ഉണ്ട്. കോൺഗ്രസിന് ആപ്പടെ രാഹുൽ ഗാന്ധി പറയുന്നതിന് അപ്പുറത്തേക്കൊന്നുമില്ല. പ്രാദേശിക നേതാക്കൾ അവരുടെ ഇപ്പം ഞാൻ പറഞ്ഞ RJD ബീഹാറിൽ സംഭവിച്ചു. അയാളെ വീണ്ടും തെരഞ്ഞെടുക്കണമെന്ന് കോൺഗ്രസ് പറഞ്ഞാൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുമോ? അപ്പം ഇവർ പൂർണ്ണമായും വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ RSS വളരെ 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 അവർക്ക് കുടുംബാധിപത്യമില്ല. അപ്പം ഞാൻ പറഞ്ഞ പിണറായി വിജയന്റെ മരുമകനെ മന്ത്രിസഭയെ കൊണ്ടുവന്നു. കോൺഗ്രസിന് അത് മാത്രമേ ഉള്ളൂ. പക്ഷെ RSSന് ഇല്ല, BJPക്ക് ഇല്ല. മോദിയുടെ മക്കളെ കുറിച്ച് മോദിക്ക് മക്കളില്ലെന്ന് തോന്നുന്നല്ലേ? ഇല്ലെന്ന് തോന്നുന്നു. അല്ല, ഉണ്ടെങ്കിൽ അറിയത്തില്ല. ഇനി പോട്ടെ, നിതീഷ് കുമാറിന്റെ മകനെ കുറിച്ച് നമുക്കറിയാമോ? സജീവാല ചോദിച്ച ചോദ്യമല്ലേ? ഈ അവിടെയാണ് വ്യത്യാസം. അപ്പൊ ഈ വ്യത്യാസത്തിൽ അവർ കൃത്യമായ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്.
ആ വീട്ടിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല എന്നൊരു ധാരണ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഈ BJP-ക്കാർ അഴിമതിയൊക്കെ കാണുമായിരിക്കും. RSS-കാർ പൊതുവെ അവർക്ക് ഞാൻ പറഞ്ഞ ജനറലി പക്ഷെ സാർ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ അവരുടെ ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോഴും ഇതിന് കൂടെ കുറെ അധികം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ കൂടി വരുന്നില്ല. ഞാനൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിക്കുള്ള ദൈവവിശ്വാസം അതിന് ഒരു ശാസ്ത്രീയതയില്ല. ഇല്ല. ഏത് മനുഷ്യനാണെങ്കിലും മറ്റേ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം, വിശ്വാസം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു വിശ്വാസം മാത്രമാണ്. അതിനകത്തൊരു ശാസ്ത്രമേ ഇല്ല. മരിച്ചതിന് ശേഷം ഇന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ച് ജീവിക്കും. അതിനുവേണ്ടി ചെയ്യുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതല്ല, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ അത് ചെറിയ ജീവിതമാണെന്നും ഈ 80 വയസ്സ് വരെ മാക്സിമം ജീവിക്കുന്നത് ഹ്രസ്വകാലമാണെന്നും പരമമായ ജീവിതം മരണാനന്തരമാണെന്നുമാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ആ പരമമായ ജീവിതത്തിന് സുഖം കിട്ടാൻ വേണ്ടി പലതരത്തിലാണ് സുഖമെന്നേ ഉള്ളൂ. മുസ്ലിമിൻ്റെ സുഖമല്ല, ക്രിസ്ത്യാനിയുടേത്, അവൻ്റെ സുഖമല്ല, ഹിന്ദുവിൻ്റെത്, അതിനു വേണ്ടിയുള്ള സാധനം. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ അന്ധവിശ്വാസമൊന്നുമില്ല. പിന്നെ നമ്മൾ ആ വിശ്വാസം എന്ന് പറയുന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുരുക ഭക്തനാണ്. എൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചിട്ട് തുള്ളുമ്പോഴാണ് എനിക്ക് വിശ്വാസം കിട്ടുന്നത്. എങ്കിൽ ഞാൻ ആകട്ടെ, വേറൊരുത്തനെ മുറിവേൽപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് സ്വർഗത്തിൽ പോകാൻ മനരിയെ മുറിവേൽപ്പിക്കരുത്, ഞാൻ എന്നെ മുറിവേൽപ്പിക്കട്ടെ, ഞാൻ ചൂലിട്ടടിക്കട്ടെ, ഞാൻ ഉരുളട്ടെ. ഇപ്പം പേരെല്ലാം മറന്നുപോവാ, കണ്ണൂര് ഒരു പള്ളിയുണ്ട്, ഒരുപാട് ആൾ വരുന്ന, ആരോ നേർച്ച നടന്നിട്ട് ഞാൻ അവിടെ പോയിരുന്നു. സ്ഥലപ്പേര് മറന്നുപോയി. മുട്ടൽ എഴിഞ്ഞ് വേണം മുട്ടിൻ്റെ ഇടപാട് തീരും. ഞാൻ എഴിഞ്ഞ ഒരു വിധത്തിലാണ് അവിടെ മേലെ കയറി ചെന്നത്. ഒരാൾ സാറിന് നേർന്നാണോ? എനിക്ക് വേണ്ടി നേർന്നതാണ്. കേസുണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ പോയി. അപ്പോൾ പല ആളുകളും പറഞ്ഞു പല നേർച്ചകളും നേർന്നു. എന്നെ നിർബന്ധിക്കുകയാണ്. ഇവിടെ ഞാൻ ആറ്റുകാലിൽ പോയി തുലാഭാരം എടുപ്പിച്ചു. അപ്പം ഞാൻ ആ 3-4 മാസം നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന സാഹചര്യം കഴിഞ്ഞപ്പോൾ ആളുകൾ നമുക്ക് വേണ്ടി ചെയ്തെല്ലാം നിറവേറ്റേണ്ടി വരുന്നില്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന മാധ്യമപ്രവർത്തനത്തിന് ഇങ്ങനെ ഒരു വശം കൂടി, ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാവോ, ഇന്നും ഒരു വാർത്ത കൊടുക്കാൻ വന്ന ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ആ പ്രശ്നമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതാണ്, എന്തുകൊണ്ട് ഈ വാർത്ത കൊടുക്കത്തില്ലെന്ന് ചോദിച്ചത്. അല്ല, ഒരർത്ഥത്തിൽ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവമേ അയാളെ രക്ഷിക്കുന്നു. താരപരിവേഷം കൂടിയാണ് കേട്ടോ. അല്ല, പക്ഷെ അപ്പൊ അവര് ഒരു വാർത്ത കൊണ്ട് തരുമ്പോൾ വാർത്ത ഒട്ടും പ്രസക്തമല്ലെങ്കിൽ കൊടുക്കുന്ന അവർ ആഗ്രഹിക്കുമ്പോൾ ഒരു പ്രതിഫലമാണെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാകും. ഇത് മാത്രമല്ല, നമ്മൾ ആ പ്രതിസന്ധിയിലാവുന്ന സമയത്ത് നമുക്കറിയത്തില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ചിലർ നേർച്ച നേർന്നു. ആറ്റുകാലിൽ ചെന്നപ്പം അവിടുത്തെ പൂജാരിക്ക് വലിയ ബഹുമാനം. കാരണം പുള്ളി പറഞ്ഞ് എൻ്റെ നാളും ഇതൊക്കെ അയാൾ ആരും എൻ്റെ നാൾ കൊണ്ട് കൊടുക്കുക. എല്ലാ ദിവസവും വഴിപാടായിരുന്നു, എല്ലാ ദിവസവും വഴിപാട്. അപ്പം ഞാൻ ചോദിക്കണത്, എനിക്കൊരു വഴിപാട് ആറ്റുകാലിൽ കൊണ്ട് കൊടുത്താൽ ഞാൻ കേസിൽ നിന്ന് ഊരിപ്പോരുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, വിശ്വസിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ എന്തിനാ തടസ്സം നിൽക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസമേ അന്ധവിശ്വാസമായിരിക്കുമ്പോൾ അന്ധവിശ്വാസം മറ്റുള്ളവർക്ക് ദോഷമല്ലാത്തടത്തോളം ആയിക്കോട്ടെ. പിന്നെ ഇതെല്ലാം അങ്ങനെയാണല്ലോ പരസ്പരം. ഞാൻ പറഞ്ഞത് മനുഷ്യ അങ്ങനെയാണെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റേക്ക് എന്താണ്? ഇങ്ങനത്തെ ഒരു അതിന് 2 പ്രശ്നമുണ്ട്. ഒന്ന്, ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് കട്ടങ്ങനെ. പക്ഷെ മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും പൊതുസമൂഹത്തിന്റെ പൊതുവികാരം, അത് മനുഷ്യാവകാശങ്ങളും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നില്ലെങ്കിൽ അതിനൊപ്പം നിൽക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ അഴിമതിക്കാർക്കെതിരെ നിലപാടെടുക്കാം, തട്ടിപ്പിൻ്റെ നിലപാടെടുക്കാം. പക്ഷെ വിശ്വാസ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, നമ്മളൊരു ആക്ടിവിസ്റ്റ് ആണെങ്കിൽ, ഇപ്പം ഞാനൊരു ആക്ടിവിസ്റ്റ് ആയിരുന്നെങ്കിൽ വേണമെങ്കിൽ ഒരുപക്ഷെ ഞാനൊരു മതവിരുദ്ധ നിലപാടെടുത്തപ്പോൾ. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തന പണി എന്താണ്? പൊതുസമൂഹത്തിന് സേവനം ചെയ്യുവാണ്. അപ്പോൾ പൊതുസമൂഹത്തിൽ ഭൂരിപക്ഷം പേരും വിശ്വാസികളായിരിക്കുമ്പോൾ നമ്മൾ ആ വിശ്വാസത്തിനെതിരെ നിന്ന് ഒരുപക്ഷെ 2-3 പേരെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റുമായിരിക്കും. അതിന് ആക്ടിവിസ്റ്റുകൾ ഉണ്ടല്ലോ, മനജി ഉണ്ടല്ലോ, അല്ലെങ്കിൽ റിജു ഉണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ പണി എന്താണ്? നമ്മുടെ പണി എന്ന് പറയുന്നത് അതേസമയം നമ്മൾ ഇപ്പം ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ മൗലികാവകാശം ലംഘിക്കുന്ന തരത്തിലുള്ള, ഇപ്പം ഞാൻ ശബരിമല യുവതീ പ്രവേശന വിഷയം വന്നു, നിങ്ങളൊക്കെ അതിന് എതിരാന്ന് എനിക്കറിയാം. യുവതികൾ പ്രവേശിക്കേണ്ട എന്ന നിലപാട് എനിക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? എനിക്ക് കേറണ്ടെന്നാണ് കാര്യം. വിശ്വാസം അന്ധവിശ്വാസം ഇരട്ടിക്കുകയാണല്ലോ. അതുകൊണ്ടായിരിക്കാം ഞാൻ എടുത്ത നിലപാടിന്റെ കാര്യം. ഈ ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് വിശ്വാസികളായ യുവതികളായിരിക്കണം, ആക്ടിവിസ്റ്റുകളാകരുത്. ഞാൻ ഒരു യുവതിയെയും, വിശ്വാസിയായ ഒരു യുവതിയെ ഞാൻ കണ്ടില്ല. ഞാൻ പലരോടും ചോദിച്ചു. ഞാൻ ശബരിമല അയ്യപ്പൻ്റെ അടുത്ത് 30 കിലോമീറ്റർ അപ്പുറം താമസിക്കുന്ന ആളാണ്. ഞാൻ അവിടെയുള്ള സകല നാട്ടുകാരോട് ചോദിച്ചു, വിശ്വാസി പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്ന ചോദിച്ചു. അവർക്കാർക്കും പോവണ്ട, അവർക്കാർക്കും കയറണം. പിന്നെ എന്തിനാണ് മറ്റുള്ളവർ നിർബന്ധിച്ച് കയറ്റുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. മുസ്ലിം പള്ളിയിൽ ചിലടത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നു. എനിക്കറിയത്തില്ല. പ്രവേശനം ഇല്ലാത്തതിനെതിരെ ബഹളം വെക്കേണ്ടതും പ്രവേശിക്കാൻ ശ്രമിക്കേണ്ടതും വിശ്വാസികളായ സ്ത്രീകളാണ്.
നമ്മളല്ല. വിശ്വാസികൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് കയറണം. അങ്ങനെ അവർ ബഹളം വെക്കുന്നത് നമ്മളെ പിന്തുണയ്ക്കണം. ഇവിടെയും ശബരിമലയിൽ വിശ്വാസികളായ യുവതികൾ ഞങ്ങൾക്ക് ശബരിമല കയറണം എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി പിന്തുണയ്ക്കണം. അതാണ് മാധ്യമപ്രവർത്തനം. അല്ലാതെ മാധ്യമപ്രവർത്തനം പോയി കുത്തിത്തിരിപ്പ് നിങ്ങൾ കയറൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും കൊണ്ട് കയറ്റേണ്ട കാര്യം. ഇത് തന്നെയാണ് എനിക്ക് ഇത്തരം വിഷയം. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, നമ്മുടെ വിഷയം RSS ആണ്. ഞാൻ RSSനെ കാണുന്നതും ഞാനൊരു വിശ്വാസം ഉള്ള ആൾ തന്നെയാണ്. പക്ഷേ എനിക്ക് വിഭാഗീയതയില്ല. എൻ്റെ വിശ്വാസം മാത്രമാണ് ശരിയെന്ന് ധാരണയില്ല. എനിക്ക് ഏറ്റവും ബഹുമാനം വിശ്വാസമില്ലാത്തവരോടാണ്. കാരണം അതിൻ്റെ പ്രത്യേകതരം ധൈര്യം വേണം. ആ ധൈര്യം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ വിശ്വാസത്തെ തുടരുമ്പോൾ, എന്ന് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആത്മാർത്ഥമായ വിശ്വാസമില്ലാത്ത ആളുകളാണ് കുറച്ചുകൂടി സത്യസന്ധർ. ഒരുപാട് വിശ്വാസികളെക്കാൾ സത്യസന്ധത ഞാൻ കണ്ടിട്ടുള്ളത് ഈ സ്വതന്ത്ര ചിന്തകരിലാണ്. അതൊക്കെ ആവുമ്പോഴും നമ്മൾ എൻ്റെ ഇങ്ങനെ ആയതുകൊണ്ടുള്ള എൻ്റെ തോന്നലെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ഭൂരിപക്ഷ ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദുക്കളുള്ള ഭൂരിപക്ഷ രാജ്യം, വിശ്വാസികളായ ഹിന്ദുക്കളുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെ ഒരു ഹിന്ദു പാരമ്പര്യം, ഹിന്ദു സംസ്കാരം നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചാൽ, അതിൻ്റെ ഒരു ഡോമിനൻസിന് അവർ ശ്രമിച്ചാൽ നമുക്കതിന് കുറ്റം പറയാൻ കഴിയും. അത് മറ്റുള്ളവരുടെ അവകാശത്തെ, നീ നാളെ പോലെ പള്ളിയിൽ പോകണ്ടെന്ന് പറയുന്നിടത്ത് മാധ്യമപ്രവർത്തനത്തിന് ഞാൻ ഇറങ്ങണം, എൻ്റെ മൗലികാവകാശം പള്ളിയിൽ പോകുന്നത്. അങ്ങനെ RSSO BJP ഇതുവരെ പറഞ്ഞിട്ടില്ല. 11 കൊല്ലത്തെ ഭരണം കൊണ്ട് സംഭവിച്ചിട്ടില്ല. പിന്നെ അവരുടെ കൾച്ചറിൻ്റെ അടിസ്ഥാനം, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. 30 വർഷം മുമ്പ് ഞാൻ ഗുജറാത്തിൽ പോയി. 30 വർഷം മുമ്പ് നർമ്മദ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട 30 വർഷം 93 92-93 ഞാൻ ഗുജറാത്തിലെ പോയി നർമ്മദ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഞെട്ടിപ്പോയി. അവിടുത്തെ സർക്കാർ ബസ്സിലെല്ലാം ഈ പൂജയും അവരുടെ ദൈവത്തിൻ്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ നാട്ടിലില്ല. അപ്പം ഞാൻ ഞെട്ടിപ്പോയി തന്നെ. അതായത് അന്ന് BJP ഒന്നും ഇല്ലെന്ന് ഓർക്കണം. അതായത് ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉള്ളിടത്ത് പണ്ട് മുതലേ ഹിന്ദു ആചാരങ്ങൾ ശക്തമായിട്ടുണ്ട്. അതിനോട് സഹിഷ്ണുതയോടെയാണ് മറ്റു മതങ്ങൾ വന്നിരുന്നത്. അപ്പോൾ അത് അവർ കുറച്ചുകൂടി ശക്തമായപ്പോൾ, അധികാരമുണ്ടായപ്പോൾ, പൊളിറ്റിക്കൽ ഹിന്ദുവിസം എന്നൊരു സംവിധാനം രൂപപ്പെട്ടപ്പോൾ അവരെ കുറച്ചുകൂടി പ്രകടനപരമായി അവതരിപ്പിക്കും. നമ്മൾ അതിൽ അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ലെന്നും നമ്മുടെ അവകാശങ്ങൾ, അതായത് യുക്തിവാദിയെ ജീവിക്കാനുള്ള മനുഷ്യയുടെ അവകാശവും ക്രിസ്ത്യാനി ജീവിക്കാനുള്ള എൻ്റെ അവകാശവും ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ ഇതിന് എന്തിനു പേടിക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത് മറ്റു മതങ്ങൾ മുഴുവൻ, മറ്റ് രാഷ്ട്രങ്ങൾ മുഴുവൻ, അതൊക്കെ ചെയ്യുന്നത് അവരുടെ വിശ്വാസത്തെ ഡോമിനേറ്റ് ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് പോകുമ്പോൾ ഹിന്ദു പ്രൊട്ടക്ട് ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് RSSന്റെ ഇപ്പോഴത്തെ ഈ പ്രസ്താവന യഥാർത്ഥത്തിൽ കുരുപൊട്ടേണ്ടതും പ്രതിസന്ധിയിലാവേണ്ടതും, RSS ഇതാ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ പോകുന്നു, ഹിന്ദു രാഷ്ട്രമാക്കാൻ പോകുന്നു എന്ന് പ്രതീക്ഷിച്ച് കലാപത്തിന് കാത്തിരുന്നവരെ നിരാശരാക്കുന്ന വിശ്വസിക്കുന്ന ആളാണ്. അതാണ് എന്തായാലും ഇത് കൂടുതൽ അപ്പുറത്തേക്ക് പറയുന്നില്ല. അല്ല, മനുജയുടെ വിശ്വാസം മനുജയുടെ, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും നന്ദി. ഞങ്ങളെ സമയം നോക്കിയില്ല, സാധാരണ അരമണിക്കൂർ നോക്കിയാണ് പറയുന്നത്. ഒരു കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. നന്ദി.